ലോക ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ പുല്ലൂർ പെരിയ പഞ്ചായത്ത് തല പരിപാടി ചാലിങ്കാലിലെ മഹാത്മാ ബഡ്സ് സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. വിവിധ പരിപാടികളോടെയാണ് ഇത്തവണ പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് ലോക ലഹരിവിരുദ്ധ ദിനം ആചരിച്ചത്. പെരിയ ചാലിങ്കാലിലെ മഹാത്മാ ബഡ്സ് സ്കൂളിൽ വെച്ച് നടത്തിയ ദിനാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായിട്ടും അതിനെ എതിരിടേണ്ടത് നമ്മുടെ തലമുറയെ ലഹരിയിൽ നിന്ന് വിമോചിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുവാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ നമ്മളിങ്ങനെ വ്യാപകമായിട്ടുള്ള പ്രചരണ പരിപാടികൾ, ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് മുസ്തഫ പാറപ്പള്ളി അധ്യക്ഷനായി. സീനിയർ അധ്യാപിക TV പ്രമീള ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കാഞ്ഞങ്ങാട് കൺട്രോൾ റൂം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷൻ കാനം ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്കൂളിൽ പോയപ്പോൾ കണ്ടത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെ 2 പാക്കറ്റ് ഉൽപ്പന്നങ്ങൾ, ഈ നൈസ് പോലെ പാക്കറ്റുകളാണ് പൊട്ടിച്ചിട്ട് കഴിക്കുന്നത്. അതാണ് അവരുടെ ആഹാരം. ഭക്ഷണം കഴിക്കില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ കുട്ടികൾ ഒരു 10-15 കൊല്ലം സ്ഥിരമായി ഇത്തരം ആഹാരങ്ങൾ ആഹരിക്കുകയാണ് എങ്കിൽ അവര് 10-20-21 വയസ്സാകുമ്പോഴേക്കും 1-ാം നമ്പർ പ്രഷർ രോഗികളായിട്ട് മാറും. പ്രഷർ രോഗികളായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ പിന്നെ ലഹരിക്കെതിരെ സംസാരിച്ചിട്ട് എന്ത് കാര്യം? അതൊരു ലഹരിയായിട്ട് കുട്ടികളെ കാണുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A കാർത്തിയായനി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹീദ റാഷിദ്, പഞ്ചായത്ത് അംഗങ്ങളായ TV കരിയൻ, MV നാരായണൻ, രാമകൃഷ്ണൻ, കോർഡിനേറ്റർമാരായ കുമാരി M കൃഷ്ണേന്ദു, മാസ്റ്റർ P സനൽകുമാർ, സ്റ്റാഫ് സെക്രട്ടറി ഡെല്ല സെബാസ്റ്റ്യൻ, മദർ PTA പ്രസിഡന്റ് രജനി, മുരളി മുങ്ങത്ത് എന്നിവർ സംസാരിച്ചു. മഹാത്മാ മോഡൽ ബഡ്സ് സ്കൂൾ പ്രിൻസിപ്പൽ ദീപ പേരൂർ സ്വാഗതവും അധ്യാപക കോർഡിനേറ്റർ MV രജിന നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികൾ ലഹരിക്കെതിരെയുള്ള ചിത്രങ്ങളും വരച്ചു. ന്യൂസ് ബ്യൂറോ, പെരിയ.